ഒരത്യാവശ്യ കാര്യസാധ്യത്തിന് പ്രാർത്ഥിക്കാൻ വന്നതാ ഞാൻ. കുറെ നേരമായിട്ടും അതിനൊരു പരിഹാരവും കാണുന്നില്ല. അങ്ങനെ തിരികെ പോകാൻ തുടങ്ങിയപ്പോ ദാ ഈ കുട്ടി ആര്? ഇവിടെ ഒരു പെൺകുട്ടി നിപ്പുണ്ടായിരുന്നു. ആ കുട്ടിയാ എന്നോട് ഇവിടെ വന്ന് സ്വാമിയോട് സംസാരിച്ച എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാവും പറഞ്ഞത്. ദേവി, എന്റെ ഭർത്താവ് ആശുപത്രിയില. പറയണമെന്നില്ല. നമുക്കെല്ലാം മനസ്സിലാക്കി തന്നു ദേവി. അറിഞ്ഞോ അറിയാതെയോ തെറ്റുകൾ സംഭവിച്ചാൽ പിന്നീടതിൽ പശ്ചാത്താപം തോന്നിയാൽ അത് തിരുത്തണം. അതിന് ദേവിയായിട്ട് എനിക്കൊരവസരം മനഃപൂർവ്വം സൃഷ്ടിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുട്ടി ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. പ്രാർത്ഥന ദേവി കേട്ടിരിക്കുന്നു. പരിഹാരവും അവിടുന്ന് ചെയ്തിട്ടുണ്ട്. തകർച്ചയിലാണ് കുട്ടിയെ ഇങ്ങോട്ട് വരുത്തിയതെങ്കിലും തിരികെ വിടുന്നത് സർവ്വ അനുഗ്രഹങ്ങളും തന്നുകൊണ്ടാ. അപ്പോ എന്റെ കാർത്തിയേട്ടൻ രക്ഷപ്പെടുമെന്നാണോ സ്വാമി പറയുന്നത്? അതെ, രക്ഷപ്പെട്ടു കഴിഞ്ഞു. സ്വന്തം ഭർത്താവിന്റെ ജീവനു വേണ്ടി ഉള്ളു തകർന്ന് പ്രാർത്ഥിക്കുമ്പോ ദേവിക്ക് അധിക നേരം കണ്ടു നിൽക്കാനാവില്ല. കാരണം ഭർത്താവിനെ അങ്ങേയറ്റം സ്നേഹിച്ച ഒരു ഭാര്യയായിരുന്നു ദേവിയും. ഒറ്റക്കാലിൽ ചിലമ്പണിഞ്ഞ ദേവീരൂപം. വരും, ഇരിക്കും. ആ, രാജലക്ഷ്മി ഇരിക്കൂ. ഞാനിപ്പോ വന്നത് രാജലക്ഷ്മി അമ്മയോടൊരു കാര്യം സംസാരിക്കാനാണ്. കാര്യമെന്ന് പറഞ്ഞാലേ എനിക്ക് പറ്റിയ അബദ്ധമാണ്. അബദ്ധോ? സിദ്ധർക്ക് എന്ത് അബദ്ധം പറ്റാനാ? പറയാം. അന്ന് രാജലക്ഷ്മി അമ്മ എന്നെ കാണാൻ വന്നപ്പോ ഈ കുടുംബത്തെപ്പറ്റിയും ഇവിടെ നടക്കുന്ന ദുരന്തങ്ങളെപ്പറ്റിയും പറഞ്ഞിരുന്നു. ഓവ്, അതിനുള്ള പരിഹാരം സിദ്ധൻ തന്നെ പറഞ്ഞു തന്നല്ലോ. മീനാക്ഷിയുടെ കാര്യം. അതാണ് ഞാൻ പറഞ്ഞ അബദ്ധം. ഞാൻ മനക്കണ്ണിൽ കണ്ടതും നിങ്ങളോട് പറഞ്ഞതിലും പിഴവ് പറ്റിയെന്ന് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു. ദേവി അത് മനസ്സിലാക്കി തന്നു എന്ന് വേണം പറയാൻ. തെറ്റുപറ്റിയാൽ അത് തിരുത്തണമല്ലോ. ആ തെറ്റ് തിരുത്താനാ ഞാൻ വന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് രാജലക്ഷ്മി അമ്മ തെറ്റായ തീരുമാനങ്ങൾ എടുക്കരുത്. ഈ കുടുംബത്തെപ്പറ്റിയും ഇവിടെയുള്ള ആളുകളെ പറ്റിയുമുള്ള എന്റെ ധാരണകൾ തെറ്റിപ്പോയി എന്ന് പറയുന്നതാണ് സത്യം. ഈ കുടുംബം തകർച്ചയിലേക്ക് പോകുന്നത് മീനാക്ഷി എന്ന് പറയുന്ന പെൺകുട്ടി കാരണമല്ല. അതിന് കാരണം മറ്റൊരാളാണ്. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ചാൽ ഇവിടെയുള്ള സമാധാനം എന്നേക്കുമായി നഷ്ടമാവും. അതുകൊണ്ട് തൽക്കാലം ഞാനതിവിടെ പറയുന്നില്ല. ഒന്നു മാത്രം പറയാം, മീനാക്ഷി മുഖേന നല്ലത് മാത്രമേ ഈ കുടുംബത്തിൽ സംഭവിക്കൂ. ആ പെൺകുട്ടിയോട് ഏതെങ്കിലും തരത്തിൽ രാജലക്ഷ്മി അമ്മയ്ക്ക് ഇഷ്ടമില്ലായ്മയുണ്ടെങ്കിൽ, അത് ഞാൻ കാരണമാണെങ്കിൽ
ആ തെറ്റിദ്ധാരണ മനസ്സിൽ നിന്നും മാറ്റണം. എന്നിട്ട് യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയണം. ആരാ സിദ്ധരെ ഞങ്ങളുടെ ആ ശത്രു? ആരാന്ന് സിദ്ധർക്ക് അറിയാലോ. പറഞ്ഞൂടെ ആരാന്ന്? ചിലതെല്ലാം അനുഭവിച്ചല്ലേ പറ്റൂ രാജലക്ഷ്മി അമ്മേ.